പണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിനെ വിറപ്പിച്ച അതേ ഗാർഹിക പീഡന ആരോപണം 10 വർഷത്തിനപ്പുറം പിണറായി സർക്കാരിന്റെ നെഞ്ചിലേക്കും തുളച്ചു കയറുകയാണ്. മുഖ്യമന്ത്രിയുടെ മകളെ വരെ വിളിച്ച് പരാതിപ്പെട്ടിട്ടും പോലീസ് എന്തുകൊണ്ട് മന്ത്രിയെ തൊടാനായി പേടിക്കുന്നു? ഇതിന് പിന്നിലെ യഥാർത്ഥ മാസ്റ്റർ പ്ലാൻ എന്താണ്? ബിന്ദു മേനോന്റെ കയ്യിലുള്ള ആ രഹസ്യ ഫോട്ടോകളിൽ എന്താണുള്ളത്? ആകാംക്ഷയോടെ കാത്തിരിക്കുക. ഗണേഷ് കുമാർ വിഷയത്തിൽ ഇതുവരെ പുറത്തു വരാത്ത ഞെട്ടിക്കുന്ന സത്യങ്ങൾ ഇതാ ആദ്യമായി. നമുക്ക് കൃത്യമായി ആ സംഭവ ദിവസത്തിലേക്ക് പോകാം. കൊല്ലം ജില്ലയിലെ വാളകത്തുള്ള ഗണേഷ് കുമാറിന്റെ കുടുംബ വീട്. മന്ത്രി അവിടെ ഉണ്ടെന്നറിഞ്ഞ ആരോടും പറയാതെയാണ് ഭാര്യ ബിന്ദു മേനോൻ അവിടേക്ക് എത്തുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇവർ തമ്മിൽ അത്ര സ്വരച്ചേർച്ചയിലല്ലായിരുന്നുവെന്നും ബിന്ദു ഇപ്പോൾ വെളിപ്പെടുത്തുന്നുണ്ട്. വീടിന്റെ വാതിൽ തുറന്ന് അകത്തു കയറിയ ബിന്ദു കണ്ടത് തന്നെ തളർത്തുന്ന ഒരു കാഴ്ചയായിരുന്നു എന്നാണ് അവർ മാധ്യമങ്ങളോട് പറഞ്ഞത്. ബെഡ്റൂമിൽ കണ്ട കാഴ്ച വിവരിക്കാൻ പോലും എനിക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. മന്ത്രിയും മറ്റൊരു സ്ത്രീയും അവിടെ ഉണ്ടായിരുന്നതായും ഇത് കണ്ട ബിന്ദു തന്റെ മൊബൈൽ ഫോണിൽ ഈ ദൃശ്യങ്ങൾ പകർത്താനായി ശ്രമിച്ചതായും പറയപ്പെടുന്നു. ഇവിടെയാണ് കഥയിലെ വില്ലന്മാരുടെ എൻട്രി. മന്ത്രിയുടെ വിശ്വസ്തരായ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ ഡ്രൈവർ ശാന്തനും പ്രദീപ് എന്നയാളും ബിന്ദുവിന്റെ കയ്യിൽ നിന്നും ഫോൺ തട്ടിയെടുക്കാൻ ഇവർ ബലപ്രയോഗം നടത്തി. ഒരു മന്ത്രിയുടെ ഭാര്യയെ സ്വന്തം വീട്ടിൽ വെച്ച് ഗുണ്ടകളെ പോലെ മന്ത്രിയുടെ സ്റ്റാഫ് കൈകാര്യം ചെയ്യുക, അതും ഭർത്താവിന്റെ വിശ്വസ്തർ ബിന്ദുവിനെ പുറത്തിറങ്ങാൻ അനുവദിക്കാതെ വാതിലുകൾ കൊട്ടിയടച്ചു. ബിന്ദുവിന്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ, ഞാൻ ഫോൺ എടുക്കാൻ ശ്രമിച്ചപ്പോൾ മന്ത്രി ശാന്തനോട് പറഞ്ഞു അവളെ പിടിക്ക്, അവളുടെ ഫോൺ മാറ്റാൻ. മനോജ് എന്ന സ്റ്റാഫ് വന്ന് എന്റെ കാലിൽ വീണ് അപേക്ഷിച്ചു. സാറിനൊരു തെറ്റ് പറ്റിയതാണെന്ന് പറഞ്ഞു. ഒരു മന്ത്രിയുടെ സ്റ്റാഫ് തന്നെ തെറ്റ് പറ്റി എന്ന് സമ്മതിക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത് എന്നതിന് ഇതിലും വലിയൊരു തെളിവ് വേണം. ഈ നാടകീയ രംഗങ്ങൾക്കിടയിൽ ബിന്ദു മേനോൻ തന്റെ ബന്ധുവായ മുൻ DGP ആർ ശ്രീലേഖയെ വിളിക്കുന്നു. ശ്രീലേഖയുടെ നിർദ്ദേശപ്രകാരം 112 എന്ന പോലീസ് എമർജൻസി നമ്പറിലേക്ക് ബിന്ദു സഹായം അഭ്യർത്ഥിച്ചു. പോലീസ് അവിടെ എത്തിയപ്പോഴേക്കും മന്ത്രിയുടെ സ്റ്റാഫ് ആ സ്ത്രീയെ കാറിൽ കയറ്റി മറ്റൊരു വഴിയിലൂടെ കടത്തിവിട്ടു എന്നാണ് ആരോപണം. ഏറ്റവും രസകരവും എന്നാൽ ഗൗരവകരമായ കാര്യം, സ്ഥലത്തെത്തിയ പോലീസ് ബിന്ദുവിനെ തിരിച്ചറിഞ്ഞ രീതിയാണ്. നിങ്ങൾ പഴയ ഭാര്യ യാമിനി തങ്കച്ചിയാണോ എന്നാണ് പോലീസ് ചോദിച്ചത്. കേരള പോലീസിന്റെ ഈ അജ്ഞതയാണോ അതോ ബോധപൂർവമായ പരിഹാസമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു നിർണായകമായ വെളിപ്പെടുത്തൽ, ബിന്ദു മേനോൻ ഈ വിവരങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ വിളിച്ച് അറിയിച്ചിരുന്നു. ഒരു മന്ത്രിയുടെ വീട്ടിൽ ഇത്തരമൊരു അതിക്രമം നടക്കുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്ക് വരെ അറിയിച്ചിട്ടും പോലീസ് എന്തുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്തില്ല? ഗാർഹിക പീഡന നിയമപ്രകാരം മൊഴി ലഭിച്ചാലുടൻ കേസെടുക്കേണ്ട പോലീസ് മുഖ്യമന്ത്രിയുടെയും മകളുടെയും അറിവോടെയാണോ ഈ കേസ് മുക്കാനായി ശ്രമിക്കുന്നത്? തിരഞ്ഞെടുപ്പ് അടുക്കുകയാണല്ലോ, അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകെട്ടൊക്കെ മുഖ്യമന്ത്രിക്ക് തലവേദന നൽകുന്നത് കൊണ്ടാകാം. എന്തായാലും നമുക്ക് അല്പം പിന്നിലേക്ക് പോകാം. 2013 ഏപ്രിൽ മാസം, അന്ന് കേരളം ഭരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF സർക്കാരാണ്. അന്നത്തെ വനംവകുപ്പ് മന്ത്രിയായിരുന്നു KB ഗണേഷ് കുമാർ. അദ്ദേഹത്തിന്റെ അന്നത്തെ ഭാര്യ യാമിനി തങ്കച്ചി ഗാർഹിക പീഡന പരാതിയുമായി മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അന്ന് CPM സംസ്ഥാന സെക്രട്ടറിയാണ്, അദ്ദേഹം ഉമ്മൻചാണ്ടിയോട് ചോദിച്ച ചോദ്യങ്ങൾ ഇന്നും നിയമസഭയുടെ രേഖകളിലുണ്ട്. നിയമത്തിന്റെ വഴിക്ക് പോകാൻ അനുവദിക്കാത്തത് എന്തുകൊണ്ടാണ്? ഗണേഷ് കുമാറിന്റെ ഭാര്യ നൽകിയ പരാതി മുഖ്യമന്ത്രി വായിച്ച ശേഷം അത് മുക്കിയത് എന്തിനാണ്? ഇതായിരുന്നു അന്ന് പിണറായിയുടെ ചോദ്യം. അന്ന് ഗണേഷിന്റെ രാജി ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ CPM പ്രവർത്തകർ ചോര ചിന്തി സമരം ചെയ്തു. ഒടുവിൽ ഗണേഷിന് രാജി വെക്കേണ്ടിയും വന്നു. എന്നാൽ ഇന്ന് കാലം മാറി. അതേ ഗണേഷ് കുമാർ ഇന്ന് ഇടതുപക്ഷത്തിന്റെ മന്ത്രിയാണ്. അതേപോലെ മറ്റൊരു ഭാര്യ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നു. ചരിത്രം ഇങ്ങനെ ആവർത്തിക്കുകയാണ്. ഇപ്പൊ പിണറായി വിജയന്റെ നാവ് എവിടെ പോയി എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. അന്ന് ഗാർഹിക പീഡനം പാപമായിരുന്നെങ്കിൽ ഇന്ന് ഗണേഷ് കുമാർ ഇടതുപക്ഷത്തിന്റെ പ്രിയങ്കരനായത് എങ്ങനെയാണ്? തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിൽ പിണറായി വിജയൻ ഗണേഷിന്റെ രാജി ആവശ്യപ്പെടുമോ? വിവാദങ്ങൾ ഇങ്ങനെ കത്തിപ്പടരുമ്പോ മന്ത്രി ഗണേഷ് കുമാർ നൽകിയ പ്രതികരണം അദ്ദേഹത്തിന്റെ പതിവ് രീതിയിലുള്ളതായിരുന്നു. എനിക്കൊന്നല്ല 5000 പ്രണയങ്ങൾ ഉണ്ടാകും, അതിൽ ആർക്കാണ് പ്രശ്നം? ഇങ്ങനെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. നെഹ്റുവിനെയും ഗാന്ധിജിയെയും കമലസുരയെയും വരെ കൂട്ടുപിടിച്ചാണ് തന്റെ വ്യക്തിപരമായ ചെയ്തികളെ അദ്ദേഹം ന്യായീകരിക്കുന്നത്. പക്ഷേ മിസ്റ്റർ ഗണേഷ് കുമാർ, പ്രശ്നം നിങ്ങളുടെ പ്രണയമല്ല. നിങ്ങളുടെ ഔദ്യോഗിക വസതിയിൽ അല്ലെങ്കിൽ തറവാട്ട് വീട്ടിൽ വെച്ച് നിങ്ങളുടെ ഭാര്യയ്ക്ക് നേരെ അതിക്രമം ഉണ്ടായോ എന്നതാണ് ഇവിടുത്തെ വിഷയം. നിങ്ങൾ ആരെയോ പ്രണയിച്ചോ? നമുക്ക് എന്താണ്? നിങ്ങളുടെ പേഴ്സണൽ സ്റ്റാഫ് ഒരു സ്ത്രീയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചോ എന്നതാണ് ഈ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ മഹാമാരുടെ പേരുകൾ ഉപയോഗിക്കുന്നതൊക്കെ എത്രത്തോളം ശരിയാണ്? ബുദ്ധിയുള്ളവർക്കെല്ലാം പ്രണയം ഉണ്ടാകും. ഈ പറയുന്ന മന്ത്രി ഈ വിവാദം പത്തനാപുരത്തെ വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കുന്ന ചലനം കാണുന്നില്ല. പ്രണയം പറഞ്ഞ് വോട്ട് പിടിക്കോ? അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ഇവർ ഞെട്ടിച്ച ആളാണേ. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി UDF പടച്ചുവിട്ട രാഷ്ട്രീയ നാടകമാണിതെന്നാണ് ഗണേഷിന്റെ വാദം. എന്നാൽ സ്വന്തം ഭാര്യയെ കൊണ്ട് ഇത്തരം ഒരു ആരോപണം ഉന്നയിപ്പിക്കാൻ മാത്രം ശക്തമാണോ പ്രതിപക്ഷം? മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ സംഘടനകൾ തെരുവിൽ ഇറങ്ങിക്കഴിഞ്ഞു.
മഹിളാ കോൺഗ്രസ്, KSU, യുവമോർച്ച, മഹിളാ മോർച്ച എന്നിവരൊക്കെ ഇന്ന് പത്തനാപുരത്തെ മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം BJP നടത്തിയ മാർച്ച് സംഘർഷത്തിലാണ് അവസാനിച്ചത്. KSRTC ബസ്സുകളിൽ ബാനർ കെട്ടിയും മന്ത്രിയെ വഴിയിൽ തടഞ്ഞും പ്രതിഷേധം ശക്തമാക്കാനാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും ഇവിടെ നീതി ലഭിക്കുന്നില്ലെങ്കിൽ സാധാരണക്കാരായ സ്ത്രീകളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്ന്. സ്ത്രീകൾക്ക് വേണ്ടി വലിയ വാദോരാതെ സംസാരിക്കുന്ന സർക്കാരാണിത്. ഈ വിഷയം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയൊരു ബാധ്യതയാകുമെന്ന് CPM കേന്ദ്രങ്ങൾ ഭയപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും കുടുംബ വോട്ടുകളും സ്ത്രീ വോട്ടുകളും നിർണായകമായി കേരളത്തിൽ ഒരു മന്ത്രിക്കെതിരെയുള്ള ഇത്തരം ആരോപണങ്ങൾ ഗൗരവത്തോടെ ജനങ്ങൾ വീക്ഷിക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട. മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാൻ ഗണേഷ് കുമാർ എത്തുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് മുഖ്യമന്ത്രിയുടെ മുഖത്തേക്കാണ്. ഗണേഷിന്റെ വിശദീകരണത്തിൽ CPM നേതൃത്വത്തിന് തൃപ്തിയില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. കുടുംബപരമായ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് ഇതിനെ ലഘൂകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഡിജിറ്റൽ തെളിവുകളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുമെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. മന്ത്രിയുടെ PA ആയ പ്രദീപ് കോട്ടത്തല മുൻപും പല വിവാദങ്ങളിലും പേര് കേട്ടയാളാണ്. സോളാർ കേസിൽ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ച കേസിൽ ഇയാൾ പ്രതിയായിരുന്നു. അതേ പ്രദീപ് തന്നെയാണ് ബിന്ദു മേനോനെ തടഞ്ഞു വെക്കാനായി നേതൃത്വം നൽകിയത് എന്നതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ മന്ത്രിയുടെ സംരക്ഷണത്തിൽ നിയമം കയ്യിലെടുക്കുമ്പോൾ സർക്കാർ മൗനം പാലിക്കുന്നത് വലിയൊരു വീഴ്ച തന്നെയാണ്. തൽക്കാലം നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനില്ല എന്ന് ബിന്ദു മേനോൻ പറയുന്നുണ്ടെങ്കിലും അവർ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു: എന്റെ കയ്യിൽ എല്ലാത്തിനും തെളിവുണ്ട്. ഈ തെളിവുകൾ വരും ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലോ മാധ്യമങ്ങളിലോ പ്രത്യക്ഷപ്പെട്ടാൽ ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനത്ത് തുടരാൻ കഴിയില്ല. തനിക്ക് സംശയരോഗമാണെന്ന് വരുത്തി തീർക്കാൻ മന്ത്രി ശ്രമിക്കുന്നത് കൊണ്ടാണ് താൻ എല്ലാം തുറന്നു പറയുന്നത് എന്ന് ബിന്ദു വ്യക്തമാക്കുന്നു. 2014 മുതൽ താൻ സഹിച്ച കാര്യങ്ങൾ ഓരോന്നോരോന്നായി അവർ വിളിച്ചു പറയുമ്പോൾ ഗണേഷ് കുമാർ എന്ന രാഷ്ട്രീയക്കാരന്റെ മറ്റൊരു മുഖമാണ് ജനങ്ങൾ കാണുന്നത്. KB ഗണേഷ് കുമാർ എന്ന രാഷ്ട്രീയക്കാരൻ പലപ്പോഴും പ്രതിസന്ധികളിൽ നിന്ന് ഫീനിക്സ് പക്ഷിയെ പോലെയൊക്കെ ഉയർത്തെഴുന്നേറ്റ ചരിത്രമൊക്കെയാണ് ഉള്ളത് എന്ന് LDF പറയുന്നു. പക്ഷേ ഇത്തവണ എന്തായാലും കളി അല്പം കടുപ്പമാണ്. സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ എതിർപ്പ് ഉയരുമ്പോൾ കൂടെ നിൽക്കേണ്ടുന്ന പാർട്ടി സംവിധാനങ്ങളും പോലീസും പതറുമ്പോൾ ഗണേഷിന് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ കഴിയും? ഒരു സ്ത്രീയുടെ അന്തസ്സിനേക്കാൾ വലുതാണോ രാഷ്ട്രീയ ബന്ധങ്ങൾ? മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമത്തിന്റെ വഴിക്ക് വിടുമോ അതോ ഗണേഷ് കുമാറിന് അഭയം നൽകുമോ എന്ന് വരും ദിവസങ്ങൾ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പൊട്ടിത്തെറികൾക്ക് സാക്ഷ്യം വഹിക്കുമെന്ന് ഉറപ്പാണ്. ഇപ്പോൾ തിരഞ്ഞെടുപ്പിന്റെ പടിവാദത്തിൽ നിൽക്കുമ്പോൾ ഗണേഷ് ചിലപ്പോൾ പെട്ടുപോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ വിവാദങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഗണേഷ് കുമാർ രാജിവെക്കണോ അതോ ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണോ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പിണറായി വിജയന്റെ നിലപാടിനെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? തീർച്ചയായും കമന്റ് ചെയ്യൂ. അതുപോലെ തന്നെ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യൂ. കൂടുതൽ രാഷ്ട്രീയത്തിലെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.